മകളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥന കുറച്ച് നാളുകളായില്ലേ കേട്ടു തുടങ്ങിയിട്ട്. ഇതാ 2025 അവസാനിക്കാനായിട്ട് പോകുകയാണ്. ഏതെങ്കിലും ഒരു വചനം നിന്റെ ഹൃദയത്തിൽ എന്നും ഏറ്റുപറയുവാൻ കിട്ടിയിട്ടുണ്ടോ? ഇതാ ഇന്ന് പറയുന്ന വചനം വളരെ ഷോർട്ടാണ്. ഒന്ന് ഓർമ്മിക്കാമോ? അത്ഭുതം നടക്കും, അഭിഷേകമുണ്ടാകും. ഇന്ന് കർത്താവ് തരുന്ന വചനം 72-ാം സങ്കീർത്തനം 13-ാം തിരുവാക്യമാണ്. അതിപ്രകാരമാണ്: ദുർബലനോടും പാവപ്പെട്ടവനോടും അവൻ കരുണ കാണിക്കുന്നു, അഗതികളുടെ ജീവനെ അവൻ രക്ഷിക്കുന്നു. 2 കാര്യങ്ങളാണ് പറയുന്നത്. 1 കരുണ കാണിക്കും, 2 രക്ഷിക്കും. ഈ 2 വചനമൊന്ന് മനസ്സിൽ ഓർത്തിരുന്നുകൂടെ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ വളരെ തകർന്ന കുടുംബങ്ങൾ എന്നോട് ഒരുമിച്ച് ഈ വചനം ശ്രവിക്കുന്നുണ്ട്. നിന്റെ പാപക്കെടുതികളിലാണോ നീ ഇപ്പോഴും വസിക്കുന്നത്? കടക്കണിയിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ സാധിക്കുന്നില്ലേ? രോഗങ്ങളും രോഗപീഠകളും കൂടെ കൂടെ നിന്നെ കാർന്നു തിന്നുന്നുണ്ടോ? കടക്കണികളിൽപ്പെട്ട് നീ വിഷമിക്കുന്നുണ്ടോ? ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ ജഡമോഹങ്ങളിൽ നിന്നും, നിന്റെ ധനാസക്തിയിൽ നിന്നും, ദ്രവ്യാഗ്രഹത്തിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലേ? ഈശോ പറയുകയാണ്, ഞാൻ നിന്നോട് കരുണ കാണിക്കുക, ഞാൻ നിന്നോട് കരുണ കാണിക്കുക. നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത ആ മേഖലയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർഗം വിട്ട് ഈ മണ്ണിലേക്ക് ഞാൻ കടന്നു വന്നത്. 2 കാര്യമാണ് ഈശോ പറയുന്നത്. ഇപ്രകാരം വേദനിക്കുന്ന എല്ലാവരോടും അവിടുന്ന് കരുണ കാണിക്കും. 2, അവിടുന്ന് നമ്മോട് പറയുന്നു, അഗതികളോട്, ഗതികെട്ട എല്ലാവരോടും അവിടുന്ന് രക്ഷ നൽകും. 2 കാര്യം. 1, ഓരോ ദിവസവും ഒരു വചനം പഠിക്കുക. 2, ഓരോ ദിവസവും കുരിശിൻ്റെ കീഴെ വന്ന് നിൽക്കുക. തിരുരക്തത്താൽ നീ കഴുകപ്പെടും, പരിശുദ്ധാത്മാ നിറയപ്പെടും. പ്രിയപ്പെട്ടവരെ, തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മ നിറയ്ക്കുന്ന ഓരോ വ്യക്തിയും പുതിയ വ്യക്തിയായി മാറും. പാപഘടങ്ങൾ ക്ഷമിക്കും, അനുഗ്രഹങ്ങൾ വർഷിക്കും, കൃപകളുണ്ടാകും, അനുഗ്രഹ പൂമഴ അവൻ്റെ ജീവിതത്തിലുടനീളമുണ്ടാകും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഇതാ 2025 യാത്ര പറയുന്നതിനേക്കാൾ മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.